ഈ കുട്ടികളെ ബിരിയാണി കഴിക്കാൻ പഠിപ്പിക്കുന്നത് ശരിയാണോ? കുട്ടികളെ അതിലേക്ക് താല്പര്യം കൂട്ടുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനം ഒരു വശത്ത് ഒരു നല്ലതാണ്, അല്ലെങ്കിൽ കുട്ടികൾക്കും അംഗൻവാടിയിൽ കൂടി ബിരിയാണി കൊടുക്കും. കുട്ടി ചോദിച്ചത് പിന്നെ ചിക്കൻ ബിരിയാണിയാണ്. കുട്ടികൾ 2.5 വയസ്സ് കഴിയുമ്പോൾ അംഗൻവാടിയിൽ എത്തുകയാണ്. അപ്പോൾ 2.5 വയസ്സ് കഴിഞ്ഞ് അംഗൻവാടിയിൽ എത്തുന്ന കുട്ടിക്ക് ബിരിയാണി എന്തോ വല്ലാത്ത ഒരു ആഹാരമാണ്, വല്ലാത്ത മനോഹരമായ ആഹാരമാണ്. നമ്മുടെ ചോറും കറിയും അതല്ലെങ്കിൽ അവിയലും തോരനും അതുപോലുള്ള പുളിശ്ശേരിയും അതൊക്കെ മഹാമോശമാണ്, വൃത്തികെട്ടതാണ്, ബിരിയാണിയാണ് നല്ലതെന്നുള്ള ഒരു ചിന്ത കുട്ടികളുടെ തലയിൽ കയറ്റി വെക്കുന്നതിന് കാരണമാകുന്നു എന്നുള്ളത് നമ്മൾ കാണാതിരുന്ന കൂടാ. ഹായ്, നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നമ്മൾ വായിച്ച് വളരെ സന്തോഷത്തോടെ ആ വാർത്ത വായിച്ചു പോയി. ഒരു കൊച്ചുകുട്ടി, ഒരു അങ്കണവാടിയിൽ പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി വീട്ടിലിരുന്ന് ബിരിയാണി കഴിക്കുകയായിരുന്നു. ബിരിയാണി കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ബിരിയാണി ഞങ്ങളുടെ അങ്കണവാടിയിലും തരണം എന്ന് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ കുഞ്ഞ് പറഞ്ഞു. ശംഖു എന്ന കുട്ടിയാണ്. അത് കായംകുളം പ്രദേശത്തുള്ള ഒരു ഗ്രാമപഞ്ചായത്തിലെ അങ്കണവാടിയിൽ, അവിടുത്തെ 1-ാം നമ്പർ അങ്കണവാടിയിലെ ഒരു പഠിക്കുന്ന കുട്ടിയും കൂടെയാണ്. അപ്പോൾ ആ കുട്ടി ഇത് പറഞ്ഞപ്പോൾ അത് ആ കുഞ്ഞിൻ്റെ അമ്മ അത് വീഡിയോ എടുക്കുന്നു, അത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റും ചെയ്യുന്നു. ഇൻസ്റ്റഗ്രാമിൽ അത് വളരെ വൈറലാവുകയും ചെയ്തു. പ്രത്യേകിച്ച് ഒരു കൊച്ചുകുട്ടിയാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും ബിരിയാണി എന്ന് നേരെ പറയാൻ പോലും അറിയില്ല, ബിർണാണി എന്നാണ് പറയുന്നത്. ഈ ബിർണാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടി. അപ്പോഴാണ് ഞങ്ങളുടെ അങ്കണവാടിയിലും ഈ ബിർണാണി തരണം എന്ന് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് വളരെ രസകരമായിരുന്നു, കൗതുകകരമായിരുന്നു. അത് വൈറലായപ്പോൾ നമ്മുടെ മന്ത്രി വീണ ജോർജിൻ്റെ ശ്രദ്ധയിലും ഈ വീഡിയോ പെടുന്നു. അവർ ഈ വീഡിയോ കാണുന്നു, കണ്ടിട്ട് അവരും ഇഷ്ടപ്പെട്ടു, നമ്മളെപ്പോലെയൊക്കെ എടുത്തപോലെ അവരും ഇഷ്ടപ്പെട്ടു. എന്നിട്ട് അവർക്ക് സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ ചുമതലയും കൂടിയുള്ള മന്ത്രിയാണ്. അവരൊരു തീരുമാനമെടുക്കുന്നു. ശരി, അത് ആ ശംഖുവിൻ്റെ അഭ്യർത്ഥന പരിഗണിക്കാവുന്നതാണ്, ആലോചിക്കാം, അതിൽ മെനുവിൽ മാറ്റം വരുത്താൻ നോക്കാം അംഗൻവാടിയിലെന്ന് അവർ പറയുകയും ചെയ്യുന്നു. ഇക്കഴിഞ്ഞ പ്രവേശനോത്സവത്തിൽ, അംഗൻവാടി പ്രവേശനോത്സവം മെയ് അവസാനമാണ് നടന്നത്. ആ പ്രവേശനോത്സവത്തിൽ പത്തനംതിട്ടയിൽ വെച്ച്, പത്തനംതിട്ട അവരുടെ മണ്ഡലമാണ് ഈ വീണ ജോർജിൻ്റെ, അപ്പോൾ പത്തനംതിട്ടയിൽ വെച്ച് അവർ ഈ അംഗൻവാടികളിൽ വഴി ശംഖു പറഞ്ഞ ആവശ്യങ്ങൾ, ശംഖുവിൻ്റെ ആവശ്യം അംഗീകരിക്കുകയാണ്. ശംഖു പറഞ്ഞതുപോലെ അംഗൻവാടിയിൽ ബിരിയാണി കൊടുക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറയുകയും അത് വലിയ വാർത്ത, അതിൻ്റെ വാർത്തയാണ് നമ്മൾ ടീച്ചറെ ഞങ്ങൾക്കും വേണം ബിരിയാണി അംഗൻവാടിയിൽ എന്ന് പറഞ്ഞ ആ ഒരു വാർത്ത വളരെ വൈറലായി നമ്മൾ കേട്ടത്. എന്തായാലും ഈ ബിരിയാണി കൊടുക്കുന്നു എന്ന് കേൾക്കുമ്പോൾ എല്ലാ കുട്ടികൾക്കും സന്തോഷം വരും. പൊതുവെ എല്ലാവർക്കും ഈ ബിരിയാണി ഭയങ്കര സന്തോഷമായ ഒരു ആഹാര പദാർത്ഥമാണ്, ഇഷ്ടമുള്ള പദാർത്ഥമാണ് പലർക്കും. പക്ഷേ നമ്മൾ ബിരിയാണി എന്ന് പറഞ്ഞ ഈ കൊച്ചുകുട്ടികൾ, അതിൻ്റെ ഒരു ഇപ്പോൾ ഈ ഗവൺമെൻറ്റിനും അത് വലിയൊരു അപ്ലാസായിട്ട് അവർ കാണുന്നു. കാരണം അയ്യോ, ഒരു കൊച്ചുകുട്ടി പറഞ്ഞപ്പോൾ നമ്മുടെ ഗവൺമെൻറ് അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇനി ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ പിന്നീട് കാണാം. കാരണം പ്രഖ്യാപനങ്ങൾ മാത്രം ഒതുങ്ങി നിൽക്കുന്ന, പിന്നെ PR വർക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് ഈ ഗവൺമെൻറ്റിനെ കുറിച്ച് നമ്മൾ കാണുന്നത്. മൊത്തം നമ്മൾ ഗവൺമെൻറ്റിനെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്നതല്ല, പക്ഷേ സ്കൂളുകളിലെ ഉച്ചക്കഞ്ഞി പോലും നേരെ ചൊവ്വേ കൊടുക്കാൻ കൃത്യമായിട്ട് കഴിയുന്നില്ല. പ്രഥമാധ്യാപകർ കടം വാങ്ങിച്ചാണ്. പക്ഷേ ഈ കുട്ടിക്കാലത്ത് ഈ കുട്ടികളുടെ ഇടയിൽ ഇങ്ങനെ ബിരിയാണി താല്പര്യം കൂട്ടാമോ എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ അതിൻ്റെ ഈ ബിരിയാണി അല്ലെങ്കിൽ അതുപോലെ ഈ വിദേശ ആഹാരങ്ങളുടെ, അതായത് നമ്മുടെ കാലാവസ്ഥയ്ക്കും നമ്മുടെ ശാരീരിക ഘടനയ്ക്കും ഒക്കെ യോജിക്കാത്ത തരത്തിലുള്ള അമിതമായ ആഹാരങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെയധികം പ്രചരിപ്പിക്കുന്നു. അത് കഴിക്കാനാണ് നമുക്ക് വലിയ താല്പര്യമെന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലെ ചോറും കറിയും കഴിക്കാൻ നമുക്ക് താല്പര്യം കുറവാണ്. സത്യത്തിൽ ഈ വിവാഹങ്ങൾ എന്ന ഒരു സംവിധാനം ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിലെ സദ്യ എന്നുള്ള സാധനം കെട്ടുപോയേനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. സദ്യ ഒരിക്കലും ഇനി വരാൻ സാധ്യതയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ കുട്ടികളെ ബിരിയാണി കഴിക്കാൻ പഠിപ്പിക്കുന്നത് ശരിയാണോ? കുട്ടികളെ അതിലേക്ക് താല്പര്യം കൂട്ടുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനം ഒരു വശത്ത് ഒരു നല്ലതാണ്, അല്ലെങ്കിൽ കുട്ടികൾക്കും അംഗൻവാടിയിൽ കൂടി ബിരിയാണി കൊടുക്കും. കുട്ടി ചോദിച്ചത് പിന്നെ ചിക്കൻ ബിരിയാണിയാണ്. പക്ഷേ ചിക്കൻ ബിരിയാണിയും പൊരിച്ച കോഴിയും വേണമെന്നാണ് ഈ ശംഖു എന്നാണ് കുട്ടി ചോദിച്ചത്, വീഡിയോയിൽ കൂടി പറഞ്ഞത്. പക്ഷേ എന്തായാലും മന്ത്രി അത് തീരുമാനിച്ചിട്ടില്ല. പക്ഷേ മുട്ട ബിരിയാണി കൊടുക്കാനും അതുപോലെ തന്നെ പുലാവ് കൊടുക്കാനും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട്. വെജ് ബിരിയാണി കൊടുക്കാനും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ഈ ബിരിയാണിയിൽ നമുക്കറിയാം, ഒരു ബിരിയാണിയിൽ ഏകദേശം 400-നും 450-നും അകത്ത് പിന്നെ കലോറി അടങ്ങുന്നു എന്നാണ്.
ഇത്രയധികം കലോറി ഈ കുട്ടികൾക്ക്, ഇപ്പം കുട്ടികൾക്ക് കൊടുക്കുന്നതിൻ്റെ അളവ് കുറവായിരിക്കും സ്വാഭാവികമായിട്ടും. ചിക്കൻ ബിരിയാണി ആയിരുന്നാലും ഏത് ബിരിയാണിയിലായിരുന്നാലും അങ്ങനെ തന്നെയാണ്. വെജിറ്റബിൾ ബിരിയാണിയിൽ അതൊരു ഈ 400-350 എന്ന് പറയുന്നത് 250-300 വരെ കലോറി വെജിറ്റബിൾ ബിരിയാണിയിലുണ്ടാവും. സ്വാഭാവികമായിട്ടും കുട്ടികളുടെ നമ്മുടെ ഈ അംഗൻവാടികളിൽ ഈ വെജിറ്റബിൾ ബിരിയാണിയാണല്ലോ കൊടുക്കുന്നത്. അതിൽ മുട്ടയും കൂടെ ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടും പ്രോട്ടീൻ കൂടുകയും ചെയ്യും, അപ്പോൾ കലോറിയും കൂടും. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു 300-ലധികം കലോറി ഒരു കുട്ടിയുടെ അടുത്ത് എത്തുകയാണ് കൂടുതലും. ഈ കലോറി കൂടുന്നത് കുട്ടികൾക്ക് ഗുണകരമാകുമോ? നമ്മൾ കുഞ്ഞുങ്ങളെ വളരെ സൂക്ഷിച്ച് ആഹാരം കൊടുക്കുന്ന രീതിയാണ്. ഇപ്പോൾ ഈ അംഗൻവാടിയുടെ ഈ ഫുഡിൻ്റെ കാര്യം പറയുമ്പോൾ അംഗൻവാടിയിൽ മറ്റൊരു ആഹാരം കൊടുക്കുന്നത് അമൃതം പൊടി എന്ന് പറഞ്ഞ സംഗതി കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ പോഷക ആഹാരമായ പോഷക സമൃദ്ധമായ ആഹാരം എന്ന് പറഞ്ഞാണ് ഗവൺമെൻറ് കൊടുക്കുന്നത്. പക്ഷേ ഈ അമൃതം പൊടിയിലൊരു വിഷയമുണ്ട്. അത് അമൃതം പൊടി പഞ്ചാര പൊടിച്ച് ചേർത്ത് ഇരിക്കുന്നതാണ്. കുട്ടികൾ 2.5 വയസ്സ് കഴിയുമ്പോൾ അംഗൻവാടിയിൽ എത്തുകയാണ്. അപ്പോൾ 2.5 വയസ്സ് കഴിഞ്ഞ് അംഗൻവാടിയിൽ എത്തുന്ന കുട്ടിക്ക് ബിരിയാണി എന്തോ വല്ലാത്ത ഒരു ആഹാരമാണ്, വല്ലാത്ത മനോഹരമായ ആഹാരമാണ്. നമ്മുടെ ചോറും കറിയും അതല്ലെങ്കിൽ അവിയലും തോരനും അതുപോലുള്ള പുളിശ്ശേരിയും അതൊക്കെ മഹാമോശമാണ്, വൃത്തികെട്ടതാണ്, ബിരിയാണിയാണ് നല്ലതെന്നുള്ള ഒരു ചിന്ത കുട്ടികളുടെ തലയിൽ കയറ്റി വെക്കുന്നതിന് കാരണമാവുന്നു എന്നുള്ളത് നമ്മൾ കാണാതിരുന്ന കൂടാ. കുട്ടികൾക്ക് കൊടുക്കുന്നതിനോടൊന്നും ഞാൻ എതിർക്കുന്നില്ല, ഞാൻ വീണ്ടും പറയുന്നു, കുട്ടികൾ കൊടുക്കുന്നതിനോട് എതിർക്കുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു ട്രെൻഡ് കുട്ടികളിൽ വളരെ തുടങ്ങുന്നു. പിന്നെ കുട്ടികൾ വളരും തോറും അത് കഴിക്കാനുള്ളൊരു താല്പര്യമായിരിക്കും. പിന്നെ പുറത്തിറങ്ങി ആയാലും ബിരിയാണി മാത്രം കഴിക്കാനും അതുപോലുള്ള ഈ ചിക്കൻ പൊരിച്ചത് മാത്രം കഴിക്കാനും നമ്മുടെ KFC പോലുള്ള സംഗതികൾ കഴിക്കാനും ഇങ്ങനെ കഴിച്ചിട്ട് ഈ അമിതമായിട്ട് പൊണ്ണത്തടി ഉണ്ടായി ഒരു ഉപയോഗമില്ലാത്ത കുറേ കുട്ടികളായിട്ട് നമ്മുടെ തലമുറയെ മാറ്റിയെടുക്കാൻ ഇടയാക്കില്ലേ എന്നൊരു സംശയം. കുട്ടികൾക്ക് കൊടുക്കുന്നതിനോടൊന്നും ഞാൻ എതിർക്കുന്നില്ല, ഞാൻ വീണ്ടും പറയുന്നു, കുട്ടികൾ കൊടുക്കുന്നതിനോട് എതിർക്കുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു ട്രെൻഡ് കുട്ടികളിൽ വളരെ തുടങ്ങുന്നു. പിന്നെ കുട്ടികൾ വളരും തോറും അത് കഴിക്കാനുള്ളൊരു താല്പര്യമായിരിക്കും. പിന്നെ പുറത്തിറങ്ങി ആയാലും ബിരിയാണി മാത്രം കഴിക്കാനും അതുപോലുള്ള ഈ ചിക്കൻ പൊരിച്ചത് മാത്രം കഴിക്കാനും നമ്മുടെ KFC പോലുള്ള സംഗതികൾ കഴിക്കാനും ഇങ്ങനെ കഴിച്ചിട്ട് ഈ അമിതമായിട്ട് പൊണ്ണത്തടി ഉണ്ടായി ഒരു ഉപയോഗമില്ലാത്ത കുറേ കുട്ടികളായിട്ട് നമ്മുടെ തലമുറയെ മാറ്റിയെടുക്കാൻ ഇടയാക്കില്ലേ എന്നൊരു സംശയം ഒരു 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 മുത്തശ്ശൻ എന്നുള്ളത്, ഞാനൊരു മുത്തശ്ശനാണ്, ഒരു ചെറു കുഞ്ഞു എനിക്കുള്ളതാണ്. ആ മുത്തശ്ശൻ എന്നുള്ള എൻ്റെ സംശയം ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രകടിപ്പിച്ചെന്നേ ഉള്ളൂ. എന്തായാലും നമ്മുടെ സദ്യ പോലെ ഒരുപക്ഷേ സദ്യ നമ്മുടെ ഇടയ്ക്ക് ഞാൻ ട്രെയിനിൽ നമുക്ക് എത്ര മനോഹരമായ ഫുഡ് കിട്ടുമായിരുന്നു പണ്ട്. എത്ര നല്ല സദ്യ കിട്ടുമായിരുന്നു, എത്ര നല്ല ഫുഡുകൾ നമുക്ക് കിട്ടുമായിരുന്നു. ഇപ്പോഴെന്താണ് കിട്ടുന്നത്? ഇപ്പോൾ ബിരിയാണി എന്നും പറഞ്ഞ് കൊണ്ട് തരുന്നു, നമുക്ക് എന്തൊക്കെയോ കൊണ്ട് തരുന്നു. നമ്മൾ ബിരിയാണി മാത്രമേ അതേ കിട്ടൂ, അതുകൊണ്ട് നമ്മളത് വാങ്ങിക്കുന്നു. അതുപോലെ ചപ്പാത്തി എന്നും പറഞ്ഞ സംഗതി കൊണ്ടുവരുന്നു, അതും അതേ കിട്ടൂ, അതുകൊണ്ട് വാങ്ങുന്നു. പക്ഷേ നമ്മുടെ മെനുവിൽ വരുത്തിയ മാറ്റങ്ങളെല്ലാം നമുക്ക് തൃപ്തികരമായിട്ടാണ്, നമ്മുടെ അനുവാദം വാങ്ങിച്ചിട്ടല്ല. പക്ഷെ നമുക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ട്രെയിനിൽ അത് വാങ്ങിച്ച് കഴിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഇഷ്ടം കൊണ്ട് നമ്മൾ കഴിക്കുന്നതല്ല. അപ്പോൾ അതുപോലെ നമ്മുടെ സദ്യ ഞാൻ പറഞ്ഞു വന്നതാണ്. നമ്മുടെ സദ്യ ഒരുപക്ഷെ വിവാഹമില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ വിവാഹത്തിൽ സദ്യ വിളമ്പുന്ന സംവിധാനങ്ങൾ ഒരുപക്ഷെ നിലച്ചു പോയി കഴിഞ്ഞാൽ സദ്യ എന്നുള്ള സാധനം ഓണത്തിന് മാത്രം കാണുന്ന ഒരു അപൂർവ വസ്തുവായിട്ട് മാറിയേനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുട്ടികൾ, നമ്മുടെ അംഗൻവാടിയിൽ വരുന്ന കുട്ടികൾക്ക് പോലും ബിരിയാണിയെക്കുറിച്ച് മാത്രം പിന്നെ അവബോധം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ നമ്മുടെ ആഹാരസ്ഥിതി, നമ്മുടെ വരാൻ പോകുന്ന ആരോഗ്യ സ്ഥിതിയിൽ വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ ഒരു തീരുമാനമെന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊരു പിന്തിരിപ്പനാണെന്ന് നിങ്ങൾ ഒരുപക്ഷെ പറയുമായിരിക്കാം. പക്ഷേ നമ്മുടെ ആശുപത്രികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു, സ്റ്റാർ ആശുപത്രികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതെന്തുകൊണ്ടാണെന്ന് നമ്മളാരും മനസ്സിലാക്കുന്നില്ല. നമ്മുടെ നാട്ടിലെ റോഡിൽ അങ്ങറ്റം ഇങ്ങറ്റം ബേക്കറികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. വലിയ ഹോട്ടലുകൾ, ഈ പിന്നെ ഷവർമ ഉൾപ്പെടെയുള്ള ആഹാരങ്ങൾ കിട്ടുന്ന ഹോട്ടലുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ മാറ്റത്തിൻ്റെ കാലം അറിഞ്ഞുകൊണ്ട് അങ്ങോട്ട് മാറുന്നതാണ് അംഗൻവാടിയും എന്ന് ഒരുപക്ഷെ അവകാശപ്പെടുമായിരിക്കാം. പക്ഷേ അംഗൻവാടിയിലെ അമൃതം പൊടിയെങ്കിലും നേരെ തന്നിട്ട് പോരെ ഈ ബിരിയാണി എന്ന് അറിയാതെ ചോദിച്ചു പോകാൻ ഞാൻ ചോദിച്ചു പോവുകയാണ്.